പടം കൊള്ളായിരുന്നു. തേർഡ് അപേക്ഷിച്ച് ബാക്കി 3 പാട്ടും കാണാൻ നൈസർ. എന്താണ് എടുത്തു പറയാനായിട്ടാണ് എടുത്തു വരാനായിട്ട് തമന്ന 3 പാർട്ടിനെക്കാട്ടി വന്നിട്ടുണ്ടോ ഈ പാർട്ട്? എനിക്കിഷ്ടപ്പെട്ടു. അരമന ഫ്രാഞ്ചൈസ് ലവറ. ഒരു പേടിക്കാനൊക്കെ ഉണ്ടോ? പേടിക്കാനില്ല, ബാക്കിയുള്ളത് പോലെ തന്നെ. കോമഡിയൊക്കെ പോരായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ഹൊറർ ഫോക്കസ് ചെയ്തിട്ട് ആ മൂവി എടുത്തിട്ടുള്ള. സുന്ദറിന്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അതെല്ലാം കണക്കാ. എടുത്തു പറയാനായിട്ടെന്താ? എടുത്തു പറയാനൊന്നുമില്ല, മറ്റേ അത്ര ഇതില്ലെങ്കിലും കൊള്ളാം, കണ്ടിരിക്കും. തമന്നയുടെ പെർഫോമൻസ് കുഴപ്പമില്ല, കൊള്ളാം. 3 പാർട്ടിനെക്കാട്ടി വന്നിട്ടുണ്ടോ? അത്രയൊന്നും പേടിക്കാൻ ഇല്ല, അങ്ങനെയില്ല. 3 ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, 4 വലിയ ഇതില്ല. നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്താണ് എടുത്തു പറയാനായിട്ട് ആക്ഷൻ ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ പ്രതിമയുടെ ഒക്കെ വെച്ചിട്ടുള്ള നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ട് എനിക്ക് ആ പ്രതിമ കത്തിക്കാൻ ലാസ്റ്റത്തെ സീൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം. 3 സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നോ സിനിമ? സെക്കൻഡ് പകുതിയെ കണ്ടിട്ടുള്ളൂ. പ്രേതപടം ഡിജിറ്റൽ എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകത ഒന്നുമില്ല. അത് ഗ്രാഫിക്സിന്റെ 1-2 സീനൊക്കെ വേറെ ഒക്കെ തറവാട് പോലെയുള്ള സംഭവങ്ങളാണ്. സുന്ദറിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സുന്ദറിന്റെ പക്ഷെ കോമഡി ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ 2-3 സ്റ്റെപ്പ് അടിയുണ്ട്. കണ്ടിരിക്കട്ടെ, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്. എന്താണ് ഈ സിനിമയിലെ പ്ലോട്ട്? എന്താണ് സ്ഥിരം ഒരു ഹൊറർ ആ ഒരു ടൈപ്പാണ്? അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഈ 3 പാട്ടിൽ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട്. വേറെ സുന്ദറിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? കൊള്ളായിരുന്നു, നേരത്തേതിനെക്കാട്ടിലും നല്ല ഇതുണ്ടായിരുന്നു. പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത്രയ്ക്കും ഇല്ല, എന്നാലും ഉണ്ട്. ഹിറ്റ് ആവും ലൈക്ക് ഇത്രയും കാട്ടിലും എന്തായാലും ഹിറ്റ് ആവും. ലൈക്ക് ഈ 3 പാട്ടിനെക്കാട്ടിലും കുറച്ച് നല്ല ഇത് വരും. അടുത്തൊരു പാട്ട് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. പാട്ടൊക്കെ പോലെ തന്നെ, പിന്നെ അതിലുള്ള പോലെ ഇടയ്ക്ക് ഫ്ലോ ഉള്ള രീതി പാട്ടുകൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ലാസ്റ്റ് ആ ടൈറ്റിൽ സോങ് ഉണ്ട്, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. 2 മണിക്കൂർ. പാട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയോ? ഡിഫറെന്റ് ആയിട്ടില്ല, VFX ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി ഫ്ലോ കളയുന്ന രീതിയിൽ ഇടയ്ക്ക് സോങ്സ് ഒന്നും വരില്ല. ബാക്കി എല്ലാ പാട്ടിനും പിന്നെ വേറെ വൾഗറായിട്ടുള്ള സുന്ദർസീര പടം വേണ്ട എന്തെങ്കിലും പ്രതീക്ഷിച്ചു, പക്ഷേ ഫ്ലോ കളയുന്നൊന്നുമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, വലിയ വിഷയമില്ല. ഇത് ഒരു തവണ കണ്ടവർക്ക് വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. വേറെ റിവഞ്ച് പാർട്ടൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. മെയിനായിട്ട് VFX ആണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു, കുഴപ്പമില്ല, ഡീസന്റ്. സിനിമ കൊള്ളാം, മൊത്തത്തിൽ എല്ലാം കൊള്ളാം. പാട്ട് കൊള്ളാം, BGM കൊള്ളാം. BGM നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് BGM തന്നെ. പിന്നെ അവസാനത്തെ പാട്ടൊക്കെ പൊളിയായിരുന്നു, നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല കോമഡി ഉണ്ട്. അത്ര പേടിയൊന്നും ഇല്ലെങ്കിലും കൊച്ചുകുട്ടിയൊക്കെ കാണാം. പ്രേതം ഉണ്ടെങ്കിലും അത്ര പേടിയൊന്നും ഇല്ലല്ലോ. തിയേറ്ററിൽ നിന്ന് സാധാരണ പ്രേത സിനിമ കാണുമ്പോൾ നമ്മൾ നല്ല പേടി വരും. 3 പാർട്ടിനെക്കാട്ടി ഇത് വന്നിട്ടുണ്ടോ? മറ്റത് 3-നെക്കാട്ടിലും ഇത് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. പടം ഹിറ്റടിക്കും? പടം ഹിറ്റടിക്കുക കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അത് അവർ എല്ലാവരും നോക്കിയാലും ഇപ്പോൾ ഹിറ്റാവും. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. വ്യത്യാസമായിട്ടുണ്ട്, എല്ലാം ഓരോന്നും ഓരോ പോലെയല്ലേ. ഒരു എന്റർടൈൻമെന്റ് ആവും, എപ്പോഴും ഉള്ള രീതിയിലല്ലാതെ കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അഭിനയൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. മുന്നേ ഉള്ള പാട്ടുകളായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വ്യത്യാസമാണ്, പക്ഷെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൊറർ കോമഡി ആണല്ലോ ഇതിൻ്റെ ജോണർ. പക്ഷേ ഇതിൽ കോമഡി ഒന്നും എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മുന്നേ ഉള്ള പാട്ടിനേക്കാളും മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ BGM ഒക്കെ നന്നായിട്ടുണ്ട്. അതായത് ഒരു പുതുമ ഉണ്ട്. ഈ കഴിഞ്ഞ 3 പാർട്ട് പോലെ അല്ല, സ്റ്റോറിയൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഹൊറർ കോമഡി എന്ന് പറയുമ്പം കഴിഞ്ഞ പാർട്ടിലൊക്കെ കുറച്ച് കോമഡികൾ ബോറാണെങ്കിൽ പോലും കുറച്ച് കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കോമഡികളൊക്കെ എനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ